ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം അതുപോലെ തന്നെ ക്യാരറ്റും വെച്ച് അടിപൊളിയൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഷേക്ക് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ഏട്ടാ അത് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് അത്യാവശ്യം വലിപ്പമുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് നല്ല വലിപ്പത്തിന് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഏത് സൈസിലും കട്ട് ചെയ്യാൻ പോകുന്നത് കുക്കറിലിട്ട് 2 വിസിലാക്കി വേവിച്ചെടുത്താണ് കേട്ടോ. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് 1 എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് 2 എടുക്കുക, നേന്ത്രപ്പഴം വലുതാണെങ്കിൽ 1 എടുക്കുക കേട്ടോ. ക്യാരറ്റ് ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ നിങ്ങൾ എത്ര ആളുകളുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി നമ്മൾ ആവശ്യത്തിലുള്ള മധുരം ഇട്ട് കൊടുക്കുക. മധുരം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 6 കാഷ്യൂനട്ടാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ്. നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. പാല് ഫ്രീസറിൽ വിട്ട് കട്ടാക്കിയതാണ് കേട്ടോ. അത് കട്ടാക്കി ഞാൻ പീസാക്കിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഷേക്കിൽ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കട്ടാക്കിയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതിലിട്ട് നമ്മൾ വെള്ളം പിന്നെ ഒഴിക്കുന്നില്ല, നമ്മളത് അടിച്ച് കൊണ്ടുവരാണ് കേട്ടോ. അത് അവിടെ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു തൈരില്ലാതെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പഴക്കല്ല, അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ട്. അത് കുറച്ച് ലൂസാക്കണം, ഒരുപാടാണ്ട് ലൂസ് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ക്യാരറ്റ് വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ബാക്കിയുള്ളത് ഒരു 2-3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കരുത്, അപ്പോൾ ആ ഷേക്ക് ജ്യൂസാവും. അപ്പോൾ ആ ഷേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് വേവിച്ച വെള്ളം ഇല്ലെങ്കിൽ വേറെ നോർമൽ വാട്ടറിൻ്റെ അടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അതൊന്നുകൂടി ഇട്ട് അടിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട നമുക്ക് കിട്ടാൻ. അതാണ് അതിൻ്റെ കറക്റ്റ് ഭാവം. ഞാൻ കുറച്ച് നട്ട്സ് കാഷ്നട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഞാൻ വെറുതെ ഇട്ട് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റ് നേന്ത്രപ്പഴം ഇതുപോലെ അടിച്ചു നോക്കുക കേട്ടോ. കിഡിലും ടേസ്റ്റ്. പാല് കട്ടാക്കി ഇട്ടുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൂടി കുടിക്കുക കേട്ടോ. ഇപ്പോൾ ഓൾറെഡി തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ക്യാരറ്റും നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഒരു ഷേക്കായിട്ട് അടിച്ചു കൊടുത്ത് അവർ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. സൈഡ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.